തമ്പലക്കാടിന് ഉത്സവ പ്രതീതി പകർന്ന് ജില്ലാ ക്ഷീരകർഷക സംഗമം നടന്നു. 3 ദിവസങ്ങളിലായി നടന്ന ക്ഷീരകർഷക സംഗമത്തിൽ ക്ഷീരവികസന സെമിനാർ, ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല, ക്ഷീരകർഷക വിജയഗാഥകളുടെ അവതരണം, ഡയറി എക്സിബിഷൻ എന്നിവയെല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ക്ഷീരജ്വാല എന്ന പേരിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ ക്ഷീരസംഗമം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ക്ഷീരശ്രീ പോർട്ടൽ വഴി ക്ഷീരകർഷകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വരുന്ന 3 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ പശുക്കളെയും ഇൻഷുർ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെറ്ററിനറി ആംബുലൻസുകളുടെ സേവനം ക്ഷീരകർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. കർഷകരെ സംബന്ധിച്ച് വേണ്ടുന്നത് അവർക്ക് ഇൻഷുറൻസ് പദ്ധതി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ കർഷകർക്ക് ഇൻഷുറൻസ് പദ്ധതി ഇത്തവണ 8 കോടിയാണ് നമ്മൾ കൊടുത്തത്. ആ 8 കോടിയുടെയും ഇൻഷുറൻസ് പദ്ധതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഫുൾ പൈസയും നമ്മുടെ ഇൻഷുറൻസുകാർ, പ്രത്യേകിച്ച് കർഷകർ അടയ്ക്കേണ്ട എന്നുള്ളതാണ്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ അവിടെ കൊടുത്ത അംഗീകാരം നേടി. ഇത്തവണ അതിന്റെ ആദ്യ ഗഡു 50 ലക്ഷം രൂപ ഉണ്ട്. അങ്ങനെ വന്നാൽ അവർ കൂടുതൽ പണം നമുക്ക് തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വന്നാൽ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുവാനുള്ള സംവിധാനത്തിലേക്ക് ഞങ്ങളിപ്പോൾ എത്തുവാൻ പോകും. പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി ക്ഷീരമേഖലയ്ക്ക് പ്രോത്സാഹനം നൽകണമെന്ന് യോഗത്തിൽ അധ്യക്ഷനായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ആധുനികമായ സാങ്കേതിക വിദ്യയുടെയും പുതിയ രീതിയിലുള്ള കൃഷി രീതികളെയും ഏറ്റവും നല്ല ജനുസുകളെയും ഒക്കെ തന്നെ സംസ്ഥാനത്തെത്തിക്കാനും അതിനെ വ്യാപകമാക്കാനുമുള്ള പ്രവർത്തനങ്ങളാണ്. ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഒരുപാട് പുതിയ നൂതനമായ വിഷയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട്, പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ക്ഷീരകർഷകരെ വളരെയേറെ നല്ല നിലയിൽ സംരക്ഷിക്കാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് നമുക്കറിയാം ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് അവർക്കൊരു കുറേ കൂടി അഭിമാനബോധത്തോടെയും സുരക്ഷയോടുകൂടി രംഗത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമ്മേളനത്തിൽ കേരള ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡിന്റെ ഓണമധുരം പദ്ധതിക്കും മന്ത്രി ചിഞ്ചുറാണി തുടക്കം കുറിച്ചു. തുടർന്ന് മികച്ച ക്ഷീരകർഷകർക്കും ആതിഥേയരായ തമ്പലക്കാട് നോർത്ത് ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് KR സുരേഷ്, സെക്രട്ടറി സണ്ണി ജേക്കബ് എന്നിവർക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശാരദ CR, കാഞ്ഞിരപ്പള്ളി ക്ഷീരവികസന ഓഫീസർ ഷിഹാബുദ്ദീൻ TS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.